ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി മാസം 27, 28 ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 19ഓളം റിലീസുകളാണ് ഇന്നും നാളെ ആയിട്ട് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം മൂവിയാണ്. ആക്രി കല്യാണം എന്നാണ് സിനിമയുടെ പേര്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു മൂവി റെൻ്റ് ഓപ്ഷനിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ആശ്രം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ മൂന്നാമത്തെ സീസണിലെ രണ്ടാമത്തെ പാർട്ടാണ്. സീസൺ 3 പാർട്ട് 2 ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ബംഗാളി ഭാഷകളായിട്ട് MX പ്ലെയറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ബ്രൂക്ക്ലൈൻ 99 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് റീച്ചർ എന്നാണ് ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസിൻ്റെ മൂന്നാമത്തെ സീസണിൻ്റെ 4ാമത്തെ എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്, ഒരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഹൗസ് ഓഫ് ഡേവിഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 1ാമത്തെ സീസണാണ്. 3 എപ്പിസോഡുകളാണ് ഈ ഒരു ഇംഗ്ലീഷ് സീരീസിൻ്റെ റിലീസ് ചെയ്തിട്ടുള്ള ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് റണ്ണിംഗ് പോയിന്റ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു കോമഡി സ്പോർട്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 10 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ജാപ്പനീസ് ആക്ഷൻ മൂവിയാണ്. ഡിമോൺ സിറ്റി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജാപ്പനീസ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഭൈരതി ടണകൽ എന്ന് പറഞ്ഞ സിനിമ. കന്നഡ മൂവിയാണ്. കന്നഡ ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്ന ഈ ഒരു സിനിമ എന്നുള്ളത് തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ തമിഴ്, മലയാളം ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. സൺനെക്സ്റ്റ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ തമിഴ്, മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും. അടുത്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ലാ ടൊമാറ്റിന ചുവപ്പ് നിലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ഈ ഒരു സിനിമ. അടുത്തത് ഒരു മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പ്രാവ് എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം മാക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി. ഈ സിനിമയിൽ അമിത് ചക്കാലക്കയൊക്കെയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു മലയാളം സീരീസാണ്. നമ്മുടെ നീരജ് മാധവനും ഗൗരി ജി കിഷനും അജു വർഗീസൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ മലയാള സീരീസ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് അവൈലബിൾ ആയിരിക്കും. ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഈ ഒരു മലയാള സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ്. കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഡബ്ബ കാർട്ടൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരീസാണ്. നമ്മുടെ ജ്യോതിക, നിമിഷ സജയന്, ശാലിനി പാണ്ഡെ, ശബാന ആസ്മി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി സീരീസാണ്. നാളെ ഉച്ചയോടുകൂടി ആയിരിക്കും ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മൾട്ടി ലാംഗ്വേജിൽ മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സീരീസിൻ്റെ. അപ്പോൾ അടുത്തതൊരു സീരീസ് തന്നെയാണ്, ഒരു തമിഴ് സീരീസാണ്. സുയൽ ദ വെർട്ടെക്സ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ഐശ്വര്യ രാജേഷ്, കതിർ, ലാൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സീരീസാണ്. ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസുള്ളത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കന്നഡ മൂവിയാണ്. കൗസല്യ സുപ്രജ രാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ, തെലുങ്ക് ഭാഷകളായിട്ട് ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഫിലിപ്പീനി മൂവിയാണ്. സോഷ്യൽ ക്ലിംബേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു സിനിമയാണ്. ഫിലിപ്പീനോ, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഹിന്ദി സീരീസാണ്. സിഡി ഗേൾസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ടോക്സിക് ടൗൺ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ലോക്ക്ഡൗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്.
തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. പരാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.